ഹൊസൂരിൽ പ്രണയവിവാഹം കഴിച്ച യുവതിയെ പെപ്പർ സ്പ്രേ അടിച്ച് തട്ടിക്കൊണ്ടുപോയി. അമ്മയും സഹോദരങ്ങളും ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. തമിഴ്നാട്ടിലെ ഹൊസൂരിൽ പ്രണയവിവാഹം കഴിച്ചതിന്റെ വൈരാഗ്യത്തിൽ യുവതിയെ ഭർത്താവിന്റെ വീട്ടിൽ കയറി തട്ടിക്കൊണ്ടുപോയി. വീട്ടുകാരെ പെപ്പർ സ്പ്രേ അടിച്ച് വീഴ്ത്തിയ ശേഷമായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ. സംഭവത്തിൽ യുവതിയുടെ അമ്മയും 2 സഹോദരങ്ങളും ഉൾപ്പെടെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശിലെ ഫിറോസാബാദ് സ്വദേശിയായ നരേഷിന്റെ മകൾ 21-കാരിയായ ഗോവിന്ദപ്രിയയാണ് തട്ടിക്കൊണ്ടുപോകലിന് ഇരയായത്. ഹൊസൂരിലെ രാഘവേന്ദ്ര കോളനിയിൽ താമസിച്ച് വളയൽ കച്ചവടം നടത്തി വരികയായിരുന്നു ഇവരുടെ കുടുംബം. ഹൊസൂരിനടുത്തുള്ള സ്വകാര്യ കോളേജിലെ പഠനകാലത്താണ് വെങ്കടേഷ് നഗർ സ്വദേശിയായ 26-കാരൻ സൂര്യയുമായി ഗോവിന്ദപ്രിയ പ്രണയത്തിലാവുന്നത്. പിതാവിന്റെ മരണശേഷം 2 മാസം മുൻപ് ഇരുവരും രഹസ്യമായ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരാവുകയായിരുന്നു. വിവാഹ വിവരം അറിഞ്ഞതോടെ ഗോവിന്ദപ്രിയയുടെ അമ്മ 55-കാരിയായ ശകുന്തളയും സഹോദരങ്ങളും ഹൊസൂരിലെ വീടൊഴിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. എന്നാൽ ഇന്നലെ ഉച്ചയോടെ കർണാടക രജിസ്ട്രേഷനുള്ള ഒരു കാറിൽ ഇവർ സൂര്യയുടെ വീട്ടിലെത്തി. തുടർന്ന് വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി പെപ്പർ സ്പ്രേ അടിച്ച ശേഷം ഗോവിന്ദപ്രിയയെ ബലമായി കാറിൽ കയറ്റിക്കൊണ്ടു പോവുകയായിരുന്നു. ഭർത്താവ് സൂര്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹൊസൂർ ഹഡ്കോ പോലീസ് ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു. മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിൽ കർണാടകയിൽ വെച്ച് പ്രതികളെ പോലീസ് വളയുകയായിരുന്നു. ഗോവിന്ദപ്രിയയുടെ അമ്മ ശകുന്തള, സഹോദരങ്ങളായ പ്രിന്റു കുമാർ നായക്, ആകാശ്, കാർ ഡ്രൈവർ റാത്തോഡ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളിൽ നിന്നും ഗോവിന്ദപ്രിയയെ പോലീസ് സുരക്ഷിതമായി മോചിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.